കേൾക്കുകയും വാഴുകയും വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തും തീ ഇറങ്ങി ഹോമയാകും കന്യയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് അനവധി വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ച് തീയിറക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വേദപുസ്തകത്തിനകത്തെ പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലും ദൈവ സാന്നിധ്യത്തിലും ദൈവിക സമർപ്പണത്തിലും നിന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ശലോമോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വശത്ത് തീയും മറുവശത്ത് തേജസ്സേറിയ മേഘങ്ങളും ഇറങ്ങി എന്നുള്ളതാണ് നാം ആ വചനത്തിൽ വായിക്കുന്നത്. സ്തോത്രം. ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ശലോമോന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ആകാശത്ത് തീ ഇറങ്ങി യാഗവസ്തുക്കൾ ദഹിപ്പിച്ചുകൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ഹല്ലേലൂയ, മറുപടി നൽകി. അങ്ങനെ ദൈവം തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഈ ഭാഗം തന്നെ ഹല്ലേലൂയ, സ്തോത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി. ഹല്ലേലൂയ. ഹോമയാകും കന്യയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ശക്തമായ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ശലോമോൻ പ്രാർത്ഥന തീ ഇറക്കിയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച ഒരു തീപ്പൊരി പോലും ഇറങ്ങത്തില്ല. അല്ലെ, എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചതാ ഒരു തീപ്പൊരി പോലും ഇറങ്ങത്തില്ല. എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് കൊണ്ടാണ്. കയ്യിലിരിപ്പ് ശരിയല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, മനസ്സിലിരിപ്പ് ശരിയല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, ഹൃദയത്തിന്റെ ഇരിപ്പ് ശരിയല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ശലോമോൻ പ്രാർത്ഥിച്ച് തീ ഇറങ്ങി, മേഘം ഇറങ്ങി, തേജസ്സും വെളിപ്പെട്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ശത്രുക്കൾ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുക. വടിയും വാളും കമ്പും ക്രൂഡിയായിട്ട് ശത്രുക്കൾ ഇരച്ചു കയറുക. പ്രൈസോ, രണ്ടും രണ്ട് രീതിയിലായിപ്പോയി. എന്നാൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത്? ഹോമയാകും കന്യയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി. ഇല്ലേ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ശലോമോന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി ഹോമയാകും കന്യയാകും ദഹിപ്പിച്ച് ദൈവ തേജസ് ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിലെ അനുഭവത്തിലേക്ക് വരണം. ഇല്ലേ? ആ അനുഭവത്തിലേക്ക് വന്ന് പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ശത്രു സഭയ്ക്കകത്ത് തിരച്ചു കയറി സഭയെ അടിച്ചു തകർത്ത് ആലയം പൊളിക്കുന്ന കാര്യമില്ല എന്ന് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, ഐക്യത നഷ്ടപ്പെട്ടു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു, സമർപ്പണം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ദൈവസനയിൽ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. പലരും അയോഗ്യരാണ് പ്രാർത്ഥിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടില്ല എന്താ? ഹല്ലേലൂയ. നമ്മൾ നല്ലതായി മാറണം. ദൈവസഭയ്ക്കെതിരെ ആക്രമണങ്ങൾ ശത്രു തൊടുത്തു വിടുമ്പോൾ, ദൈവസഭയ്ക്കെതിരെ ശത്രു തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥനയിൽ ഉണരട്ടെ. ദൈവജനം പ്രാർത്ഥനയിൽ ഉണർന്ന് ദൈവത്തിനെ കാത്തിരുന്ന ആത്മാർത്ഥതയോടെ വലിപ്പഭാവമില്ലാതെ ഫാമിലരിയ സ്തോത്രം തന്നെത്താൻ ഉയർത്താതെ സ്വയത്തങ്ങളെ മാറ്റിവെച്ചിട്ട് തങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയ പ്രാർത്ഥനക്കാരിയുള്ള ചിന്താഗതിയൊക്കെ മാറ്റിവെച്ചിട്ട് നീ ദൈവത്തിന്റെ പാതപ്പെടുത്തെങ്കിൽ വന്നിട്ട് ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവം തീയിറക്കും. ആത്മാവിന്റെ തീ കേട്ടോ. ഇത് ശലോമോൻ തീ ഇറങ്ങി. ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും സഭയ്ക്കകത്ത് തീ ഇറങ്ങി കേട്ടോ? തീപ്പൊരി പോലും ഇറങ്ങത്തില്ലെന്നോ. ഉള്ള തിരി കൂടെ എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുക. സഭയിൽ നിന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുക. സഭ ശൂന്യമായിക്കൊണ്ടിരിക്കുക. സഭയ്ക്കകത്ത് ആളുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. സഭയിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോയി. ഇന്ന് ദൈവസഭയ്ക്കകത്ത് നിന്നവർ പോലും സാത്താനെ ആരാധന ചെന്ന് വിട്ടു. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ആളുകൾ ആഗ്രഹിയിൽ നിന്ന് പ്രാർത്ഥിച്ചവരൊക്കെ അവർ തിരിച്ചു മടങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അനവധി മഹാന്മാര് ഇന്ന് പ്രസ്ഥാനത്തിനകത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുവര്. അന്ന് കടന്നു വന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചാലും വിശ്വാസി എന്താണ് പ്രാർത്ഥിക്കുന്ന അത് പറഞ്ഞ് മനസ്സിലാക്കി ആത്മഭാരം കൊടുക്കത്തില്ല.
അവർ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് കൈമുടക്കം വാങ്ങി പോകുന്ന അനവധി ആളുകൾ വേർപെട്ട കൂട്ടങ്ങളിൽ നിറയപ്പെട്ട് കഴിഞ്ഞു. ദൈവസഭയുടെ പോക്ക് എങ്ങോട്ട്? ദൈവസഭയുടെ വളർച്ച എവിടെയാണ് ദൈവസഭയുടെ ഉണർവ്? എവിടെയാണ് ദൈവസഭയുടെ അനുഗ്രഹത്തെ തടയുന്നത്? ഹല്ലേലൂയ. പണം ഉള്ളിൽ കയറി കഴിയുമ്പോൾ പണത്തിന്റെ ആർത്തി ദിവ്യാഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ജഡിക മോഹങ്ങളും ജഡിക ഇച്ഛകളും ജഡിക സുഖങ്ങളും ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദാസന്മാർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ജൽപ്പനമായതുകൊണ്ടാണല്ലോ ഒരു തീപുരി പോലും ഇറങ്ങാത്തത്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ച രോഗി സൗഖ്യം പ്രാപിക്കുന്നില്ല. ദൈവസഭയ്ക്കകത്ത് മുഴുവൻ വിശ്വാസികൾക്ക് ഭൂതമായത്. ദൈവസഭയ്ക്കകത്തെ വിശ്വാസികൾ ഭൂതം. എവിടെ മീറ്റിംഗ് ആണെങ്കിലും ഭൂതം ഇറക്കുക. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് എങ്ങനെയാണ് ഭൂതത്താൽ നിറയപ്പെടുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ഭൂതം വസിക്കുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ ആരാധിക്കും നിന്റെ മേൽ എവിടെ നിന്ന് വന്നു ഭൂതം? നിന്റെ മേൽ എങ്ങനെ ഭൂതം കയറി? ഭൂതം ഇരിക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം നിന്നെ വേർതിരിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വസിക്കാൻ വേണ്ടിയിട്ടല്ലേ ദൈവം നിന്നെ വേർതിരിച്ച് മാറ്റിയത്? പക്ഷെ വീണ്ടും നിന്റെ ഉള്ളിൽ ഭൂതം ഇരിക്കുന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് നീ ഭൂതം ഇളകി നീ തുള്ളി ചാടുന്നുണ്ടെങ്കിൽ, നിന്റെ മേൽ വന്ന പാപത്തിന്റെ കറകൾ, അകൃത്യങ്ങൾ, ദൈവത്തിന് വിശുദ്ധിയില്ലാതെ അശുദ്ധി നീ ദൈവത്തിലായിരിക്കുന്നതുകൊണ്ട്, ദൈവമായി ബന്ധമില്ലാത്തത് കൊണ്ട്, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നീ പോയത് കൊണ്ട് പിശാചി വീണ്ടും നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് ആരാധനയുടെ ശബ്ദം ഉയരുമ്പോൾ നിന്നെ കണ്ടവൻ തുള്ളിപ്പിക്കും. എന്നിട്ട് ഭൂതത്തെ ഇറക്കം നടക്കുക. ഇന്ന് ഭൂതശാന്തി ആയിട്ട് നടക്കുക ഒത്തിരി പേര്. ഭൂതശാന്തിയൊക്കെ ഉണ്ട് കേട്ടോ, ഭൂതശാന്തിയൊക്കെ ഉണ്ട്. അത് സഭയ്ക്കകത്ത് നമ്മെ നടക്കുമ്പോഴേ ജാതികളിൽ അത് വെളിപ്പെടണം. ആഭിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണവിദ്യാസിന്റെ ഇസ്രായേലിന് ഭരിക്കുകയില്ലെന്ന് നമ്മൾ സംഖ്യാപുസ്തകം 23-27 വായിക്കുന്നുണ്ട്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ ഭൂതം കയറാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂതവർക്കം എന്ന് പറഞ്ഞൊരു തൊഴിലാക്കി മാറ്റിയിരിക്കുക. ശലോമോന്റെ കാലഘട്ടത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങ്. ദൈവസഭയ്ക്കകത്ത് പോയി ശുശ്രൂഷ നടക്കുന്ന 2 കാലും പറിച്ച് ബോർഡോട്ട് നാട് ചാടാനല്ല നിന്നെ വിളിച്ചത്. ഭൂതവിളകി ചാടുക, എന്നിട്ട് ഉരുളുക, നിരങ്ങുക, ചാടുക, എന്തെല്ലാം കോഷ്ടികളാണ് കാണിക്കുന്നത്. ധാരം ചെയ്യുന്നത് ദൈവമക്കൾ. രക്ഷിക്കപ്പെട്ടവൻ്റെ ഭൂതം ഇരിക്കത്തില്ല. ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയുടെ അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മേൽ ഭൂതം കയറത്തില്ല. ഭൂതം കയറാൻ ഞാൻ അവസരം കൊടുക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം ഞാൻ യേശുവിന് കൊടുത്തതാണ്. എൻ്റെ ഹൃദയത്തിൽ യേശു മാത്രമേ വസിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ വസിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി വിട്ടുകൊടുത്തതാണ്. അതിന് വിപരീതമായി നീ മാറിക്കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരമാകുന്ന മന്ദിരം ഭൂതത്തിന് മന്ദിരമായി മാറി. പിന്നെ നിന്ന് ഭൂതം പോകത്തുമില്ല. നാം മടങ്ങി വരട്ടെ. ഈ കാലഘട്ടത്തിൽ മടങ്ങി വന്ന് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക്, എൻ്റെ ആദ്യകാല അനുഭവത്തിലേക്ക് നീ മടങ്ങി പോവുക. അതുകൊണ്ട് വെളിപ്പാട് ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാൻ കാരണം തന്നെ നീ രക്ഷിക്കപ്പെട്ട നാളുകളിൽ നീ ദൈവത്തോട് കാണിച്ച സ്നേഹമുണ്ട്, ദൈവത്തോട് കാണിച്ച ആ സമർപ്പണമുണ്ട്, അതിലേക്ക് നീ മടങ്ങി പോവുക. മറ്റുള്ള കുറ്റവും പറഞ്ഞ് കുറ്റാരോപം നുണയും പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുന്ന ദൈവത്തിൻ്റെ ദൈവദാസിയെ മറ്റു സഭകളെക്കുറിച്ച് കുഞ്ഞായി പറഞ്ഞ് മറ്റു സഭയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയ ദൈവദാസന്മാരുടെ കുറ്റം ഭവനങ്ങൾ പോലും കയറിറങ്ങി ദൈവമക്കളുടെ കുറ്റം പറഞ്ഞ് മറ്റ് സമുദായത്തെ കുറ്റപ്പെടുത്തി നടക്കുന്ന നീ ആദ്യം മാനസാന്തരപ്പെടണം. നമ്മൾ മറ്റു സമുദായത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ക്രൈസ്തവ സമൂഹത്തിൽ വിവിധ വിഭാഗക്കാരുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഹൈന്ദവരുണ്ട്, ഇസ്ലാമിയരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖ് മതക്കാരുണ്ട്. അവരൊക്കെ ഉണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. അവരവരുടെ രീതി ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ രീതി ചെയ്യണം. അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പൂജകളും ഒക്കെ അവർ ചെയ്യട്ടെന്ന് ഹല്ലേലൂയ. അവരവരുടെ ദേവിയെ സ്തുതിക്കട്ടെ, അവരവരുടെ ദൈവങ്ങളെ വിളിക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് അതിന് കുഴപ്പം? ഹല്ലേലൂയ. എന്നെ നിന്നെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനല്ല, പാപികളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാൻ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിന്റെ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസഭയുടെ അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കണം, ദൈവസഭയിലേക്ക് വരുന്ന ദൈവമക്കൾ കൃപയിൽ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിന്റെ വരവിനായി പ്രത്യാശയുള്ള ജീവിതം, തലമുറകളെ പാപത്തിലേക്ക് വിടാതെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അത് സജ്ജനാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. ലേലിയ നമ്മൾ ആ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടോ? ലേലിയ പ്രാർത്ഥനയ്ക്ക് മടങ്ങി പോവാ. ഞാൻ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ സ്വന്തം പലരും പ്രാർത്ഥനയ്ക്ക് പക്ഷേ പ്രാർത്ഥന ഒന്ന് ലീഡ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു ചെയ്താൽ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥനയ്ക്ക് അല്ല, എനിക്ക് പ്രസംഗിനെക്കാട്ട് ഏറ്റവും ഇഷ്ടം പ്രാർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ രാവിലെ അങ്ങോട്ട് വന്നിട്ട് ഈ നേതാക്കന്മാർ വരുമല്ലോ, നേതാക്കന്മാരൊന്നും ഉൾക്കാടിച്ചില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പോകത്തില്ലെന്ന ചിലരുടെ ചിന്ത.
അങ്ങനെ ചില മീറ്റിങ്ങുകൾ, പല മീറ്റിങ്ങുകൾ വലിയ നേതാക്കന്മാർ ചെയ്യും. പ്രാർത്ഥന പ്രാർത്ഥന. എന്നിട്ട് ആ പ്രാർത്ഥന ഉദ്ഘാടനം, അതിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എന്നിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചില നേതാക്കന്മാർ അവർ വന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവർ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച് ക്ലാസ്സിൽ അങ്ങനെ പോകും. എന്നിട്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം ഒരു 12:45 1 മണിക്ക് ഫുഡിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്നത്തെ പ്രാർത്ഥന അതാ. അല്ലെങ്കിൽ രാത്രി ഓൺലൈറ്റ്, പണ്ട് വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈറ്റിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ കാലം ഓൺലൈറ്റ് ഇല്ല. ആമയും രാത്രി 9 മണിക്ക് ഹല്ലേലൂയ, ആമയും 9 വരെ പാട്ടും പ്രസംഗമായിട്ട് പോയി. പിന്നെ ഒരു ഭക്ഷണം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു 10 വരെ നിൽക്കാൻ വന്ന് ഒരു 12 ആകുമ്പോഴത്തേക്കും നിർത്തും. അതിന് പറയുന്നത് ഓൺലൈറ്റാണ്. ദൈവത്തോട് കളവ് കാണിക്കുന്ന, ദൈവത്തോട് കളവ് ചെയ്യുന്ന വിശ്വാസ വഞ്ചന എന്ന് സഭയ്ക്കകത്ത് ദൈവദാസിദാസന്മാരുടെ ഉള്ളിൽ വന്നു. അന്ന് ദൈവസഭയുടെ അധംപതനം തുടങ്ങി. ഉണർവില്ല. നിങ്ങൾ ശലോമോനെ കണ്ടുപിടിക്കുക. ശലോമോൻ എന്താണ് എന്ന് വായിക്കുന്നത്? ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ഹോമയാകും കണ്ണിയാകും ദഹിപ്പിച്ച് യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കെ കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവർ നല്ലവനല്ലോ, അവന്റെ ദൈവമുള്ളത്. കണ്ടോ? ആകാശത്ത് ദൈവസ്ഥനെ തേജസ് ഇറങ്ങിയപ്പോൾ, തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ കൂടി വല്ല കൽത്തളത്തിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. യഥാർത്ഥ പ്രാർത്ഥന അങ്ങനെയല്ലേ കിടക്കുന്നത്. പക്ഷെ ഇന്ന് എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്കകത്ത് അങ്ങനെ പ്രശ്നമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്കകത്തിനെ വെല്ലുവിളിയുണ്ട്? എന്തിനാണ് ദൈവസഭയ്ക്ക് വിരോധികൾ എഴുന്നേറ്റത്? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിക്കുന്ന സഭ ആത്മാവിൻ്റെ തീയോടെ നിൽക്കുകയാണെങ്കിൽ, സ്തോത്രം, ആത്മാവിൻ്റെ തീയിൽ നിറയപ്പെട്ട സഭയാണെങ്കിൽ, ശത്രു സഭയ്ക്ക് നേരെ വരുമ്പോൾ, ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഹോമയാകും കന്യയാകും തീ കരിഞ്ഞു പോയെങ്കിൽ, അത് ദഹിപ്പിച്ചെങ്കിൽ, ലേരിയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ കടന്നു വരും ശത്രുക്കൾ ആത്മാവിൻ്റെ തീക്കകത്ത് അവൻ ദഹിപ്പിക്കപ്പെടണം. ഞാൻ ചത്തുപോകുന്നതല്ല. ആത്മാവിൻ്റെ തീ അവൻ്റെ ഉള്ളിൽ വന്ന് അവൻ്റെ അശുദ്ധിയെല്ലാം ദഹിപ്പിച്ചിട്ട് അവനൊരു പുതിയ സൃഷ്ടിയായി മാറണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അവൻ നശിച്ചു പോകണമെന്ന് അങ്ങനെയല്ല. അവൻ്റെ മേൽ ആത്മാവിൻ്റെ തീ ഇറങ്ങണം. ആത്മാവിൻ്റെ തീ ഇറങ്ങിയാൽ ഹോമയാകും കന്യയാകും ദഹിപ്പിച്ചതുപോലെ ആത്മാവിൻ്റെ തീ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളെ പ്രാർത്ഥന ഇറങ്ങിയാൽ, ദൈവസഭയിൽ ഇരിക്കുന്നവരുടെ മേൽ ഇറങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ അശുദ്ധിയെ ദഹിപ്പിച്ച് കളയും. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ കുറഞ്ഞുപോയി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അപ്പോൾ ശലോമോന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ പ്രശസ്തമായ ചില ചിന്തകളുണ്ട്. ഈ തീ ഇറങ്ങി 6 സംഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വായിച്ചു പോവാം. അഹരോൻ യാഗം അർപ്പിച്ച യാഗം സ്വർഗീയാജ്ഞയാൽ ദഹിപ്പിക്കപ്പെട്ടു. ലേവ്യ പുസ്തകം 9:24 ഗിദെയോന്റെ യാഗം സ്വർഗീയാജ്ഞയാൽ ദഹിപ്പിക്കപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 6:21 ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 1 രാജാക്കന്മാരുടെ പുസ്തകം 18 വലിയ ദൈവാലയ പ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ ശലോമോന്റെ പ്രാർത്ഥനയിൽ തീയിറങ്ങി നാം വായിച്ച വചനവും, പെന്തക്കോസ്ത് നാളിൽ അത്യാരം മൂലം പിളന്നിക്കുന്ന നാവുകളിൽ ഇറങ്ങി വന്ന് ദൈവമക്കൾ ആത്മാവ് നിറയപ്പെട്ടതുമായ ആ പ്രാർത്ഥനയിൽ തീയിറങ്ങിയ ചില സംഭവങ്ങളെ ദൈവസനെ കാണാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങട്ടെ. നമ്മുടെ പ്രാർത്ഥന അഗ്നി ഇറങ്ങട്ടെ. എല്ലാ അശുദ്ധി, സ്ഥാനമാനങ്ങളും, മോഹങ്ങളും, രാഷ്ട്രീയവും, ഭിന്നതയും, അസൂയയും, കലപ്പുമൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൊന്ന് മടങ്ങി വരണം. പ്രൈസലോ. അതുകൊണ്ടാണ് 3 പത്രോസിലെ 2-ാം അധ്യായം 1-ാം വാക്യം വഹിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവം അസൂയ എല്ലാം ഇവിടെ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമെന്ന വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മളിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയി മാറണം. ഒരു ശിശുവിൻ്റെ ഹൃദയത്തിനകത്ത് പാപമില്ല, പാപത്തിന് ചിന്തയില്ല. ജനിച്ച കുഞ്ഞിൻ്റെ ഹൃദയം മനസ്സിന് ശുദ്ധീകരിക്കപ്പെട്ടത്, അതിനകത്ത് നിർമ്മലമാണ്. നമ്മൾ അനുഭവത്തിലേക്ക് വരണം. ഇന്നത്തെ സഭയ്ക്കകത്ത് കസേരയ്ക്ക് വേണ്ടി അടിയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിയാണ്. അല്ലെങ്കിൽ എന്തിന്? ദൈവസഭയുടെ അടിസ്ഥാനം തകർന്നു കിടക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. കാലഘട്ടം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവ്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥന വെളിപ്പെടണം. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന, നിനക്ക് വ്യക്തിപരമായ പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകണം. നീ സഭയിൽ പ്രാർത്ഥിച്ചാലും, കുടുംബത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ആത്മാവിന്റെ തീ നിന്നിൽ ഇറങ്ങണം.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ ആത്മാവിന്റെ തീ നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങിയാൽ നിന്റെ ഭർത്താവിന്റെ മദ്യപാനം, നിന്റെ മക്കളുടെ ലഹരി ഉപയോഗങ്ങൾ, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, നിന്റെ കുടുംബത്തിനെതിരെ വരുന്ന പോരുകളെല്ലാം ആത്മാവിന്റെ തീയുടെ ആരാധന ദഹിപ്പിച്ചു കളയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ, മയക്കുമരുന്ന് ഉപയോഗക്കാരുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ, വീട് നിറച്ച് ബ്രാൻഡിക്കുപ്പിയല്ലേ, വീട് നിറച്ച് തലമുടിയിലും കയ്യിലും പോക്കറ്റിലും സിഗരറ്റും മറ്റ് മയക്കുമരുന്ന് ലഹരി സാധനങ്ങളില്ലേ. ആത്മാവിന്റെ തീ ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഭവനത്തിനകത്ത് മദ്യഷാപ്പിന്റെ അനുഭവം പോലെയായി മാറി. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എവിടെ തീ ഇറങ്ങാനാ? എൻ്റെ ഏലുയ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ദൈവം നിന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വേർതിരിച്ചതാ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തുതികളോടുകൂടി ആലയ പ്രതിഷ്ഠ ആരംഭിച്ചു. നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ വരുമ്പോൾ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിനെന്നാണ് 100-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നത്. അവന്റെ സന്നിധി എങ്ങനെ വരണം? നിങ്ങൾ ദൈവസന്നിധി വരുമ്പോൾ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരണം. ദൈവസന്നിധി വരുമ്പോൾ എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ വരണമെന്ന്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനല്ല നാം ദൈവസന്നിധിക്ക് വരേണ്ടത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ പ്രാകാരത്തിലേക്ക് വരുമ്പോൾ 100-ാം സങ്കീർത്തനം 4-ാം വാക്യം പറഞ്ഞ അനുഭവത്തിലാണോ നിങ്ങൾ വരുന്നത്? അതാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും സ്തോത്രം അവന്റെ സ്തുതിയോടും കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധി നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും പെന്തക്കോസ്ത് നാളിന്റെ അനുഭവം, അഗ്നിനാവാൽ നിറയപ്പെട്ട അനുഭവത്തിലേക്ക് ദൈവസഭ വളരട്ടെ. ദൈവസഭ അനുഭവത്തിലേക്ക് എത്തണമെന്ന് രക്തനിശ്ചയം. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുള്ള ദൈവസഭകൾക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവസന്നിധി. ഹല്ലേലൂയ. ഈ ശലോമോന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ 2 വായിക്കും, അതിനകത്ത് ചില കാര്യാദികളെ വിവരിച്ചിരിക്കുന്ന കാണാൻ കഴിയും. ഒരു 7 അടിസ്ഥാനത്തെക്കുറിച്ച്, 7 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേദപഠിതാവിന്റെ വേദപുസ്തകം എഴുത്തിനകത്ത് ഞാൻ വായിക്കുകയായി തീർന്നു. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നാം ഒന്നിച്ചു വരുമ്പോൾ, അവന്റെ വാതിലുകളിൽ വരുമ്പോൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരണം. രണ്ടാമത്തെ കാര്യമാണ് സ്തോത്രം. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കും ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തന്റെ മുഖം തിരിച്ച് ഇസ്രായേൽ സർവ്വസഭയെയും അനുഗ്രഹിച്ച് പറഞ്ഞതെന്നാൽ, അപ്പൊ രണ്ടാമത്തെ നമ്മുടെ സഭയെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ സർവ്വസഭയും അനുഗ്രഹിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ, ആരംഭത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഭയിലെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തെ, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ചുവെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം വാക്യം വായിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ, ഹല്ലേലൂയ, ചെയ്ത കാര്യം എന്താണ്? മനുഷ്യനെ അനുഗ്രഹിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1:28 വായിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ ദൈവനെ അനുഗ്രഹിച്ചു എന്നാണ്. അത് നമ്മളെ ഇവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. ആർക്കും നേരെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ആർക്ക് അവരോട് പ്രതികാരം തീർക്കാൻ, അവളോട് പ്രതികാരം ചെയ്യണമേ എന്നുള്ളതല്ല പ്രാർത്ഥന. ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് പ്രാർത്ഥന. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എങ്ങനെയാണ്? ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ശലോമോൻ ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ബാലാക്കിന്റെ പൈസ മേടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി വന്ന ബിലയാം, ഹല്ലേലൂയ, ബിലയാമിനോട്, ഹല്ലേലൂയ, ബാലാക്ക് പറഞ്ഞ് ഇസ്രായേലിനെ ശപിച്ച്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ. പക്ഷെ ബിലയാമിന് ഇസ്രായേലിനെ ശപിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി വലിയ കൂട്ടമാണ്. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ
മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബിലെയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നുവെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസലോ. ദൈവമക്കൾക്ക് ശത്രുക്കൾ പാടില്ല. ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകരുത്. നമുക്ക് ശത്രുക്കൾ അവരായിട്ട് തന്നെ ഉണ്ടാക്കിയാലും നമ്മൾ അവരുടെ ശത്രുക്കളായി മാറരുത്. നമ്മൾ അവരുടെ മിത്രങ്ങളായി മാറണം. പ്രൈസ് ലോർഡ്. നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ശത്രു എല്ലാ തന്ത്രങ്ങളും എല്ലാം സന്നാഹമായിട്ട് വന്നാലും നീ അത് കണ്ട് ഭാരപ്പെട്ടവനെ പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം അധികാരം ചെയ്യുന്ന കർത്താവ് പറഞ്ഞ യുദ്ധം യഹോവയ്ക്കുള്ളത് നമ്മൾ വചനം വായിക്കുന്ന പോലെ നമ്മുടെ പ്രതികാരങ്ങൾ മുഴുവൻ നമ്മൾ കർത്താവിൽ വെച്ച് കൊടുക്കണം. പ്രൈസ് ലോർഡ്. നമ്മൾ എന്നിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിനെ അനുഗമിച്ച പുരുഷാരം പോലും, യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവർ പോലും, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരുവൻ എലിയ യേശുവിനെതിരെ നിന്നപ്പോഴും അവൻ എലിയ 20 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോഴും അല്ലേലിയ സ്തോത്രം. അല്ലേലിയ സ്തോത്രം. അപ്പം ഇതൊക്കെ ചെയ്തപ്പോൾ യൂദയെ അല്ലേലിയ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും പ്രൈസ് അല്ലേലിയ യേശു അവരെ ശപിച്ചോ? ഇല്ല. യേശു അവരെ അനുഗ്രഹിക്കുക ചെയ്തത്. ക്രൂശിൽ യേശു കർത്താവ് കിടക്കുന്ന വേളയിൽ യേശുവിനെ കള്ളനെന്നും ബേൽസെബൂബൻ ചതിയെന്നും കുലപാതകൻ അതൊക്കെ പറഞ്ഞവനെ മുഖത്തടിച്ച് കന്നത്തടിച്ചവനെ മുഖത്ത് തുപ്പി, ഇസ്രായേലിന്റെ രാജാവേ, നീ രാജാവാണ്, നീ കുരിശിൽ ഇറങ്ങി വാ, നീ പല്ല് രക്ഷിച്ചില്ല, നീ നിന്നെ തന്നെ രക്ഷിക്കുന്ന ചില ഭാരവാരത്തോടുകൂടി യേശുവിനെ ദുഷിക്കുന്ന സമയത്തും ഒരു വലിയ കൂട്ടം ജനം നിൽക്കുക. അവന്റെ തലയിൽ മുൾക്കിരീടം ഇടിച്ചിറക്കി, കൈകാൽ കരിയുപ്പാണ് ഇടിച്ചിറക്കി, ശരീരം അവന്റെ ഉഴവുചാരവോടെ നീളത്തി കയറി, വിലാപ്പുറം കൊത്തി തുറന്നു. ഇതെല്ലാം നമ്മുടെ യേശു അനുഭവിച്ചാലേ. ഒരു യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ മുമ്പിൽ ശത്രുക്കൾ നശിച്ചു പോകണമെന്ന് പറഞ്ഞില്ല. പിതാവ് ഇവർ ചെയ്യുന്നത് ഏതെന്നറിയാൻ ഇവർ ക്ഷമിക്കണമേ. അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തും തീ ഇറങ്ങി ഹോമയാവും കന്യാവും ദഹിപ്പിച്ചു. ദൈവത്തിന്റെ തേജസ്സാലയത്തിൽ ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് കടക്കാൻ കഴിയാത്തവണ്ണം ദൈവ തേജസ് കൊണ്ട് ആലയം നിറയപ്പെട്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആ അനുഭവത്തിലേക്ക് എത്തണം. പ്രൈസലോ. നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുക എന്നുള്ള സ്വഭാവം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താണ്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് അവൻ ദൈവത്തെ പ്രകീർത്തിക്കുക, ദൈവത്തെ കീർത്തിയോടുകൂടി പറയുകയാണ്. 2 കൊരിന്ത്യർ പുസ്തകം 6-4 വാക്യം കാണുന്നുണ്ട്. അല്ലൊരു സ്തോത്രം. വായിക്കുന്നത് ഇസ്രായേലിന്റെ സർവ്വസഭയും അനുഗ്രഹിച്ച് പറഞ്ഞത്, എന്നാൽ എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായിക്കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ആമേൻ വാഴ്ത്തപ്പെട്ടവൻ. സർവം പറയുക, എൻ്റെ പിതാവിനോട് പറഞ്ഞത് നീ എന്നിൽ കൂടെ നിറവേറി. അല്ലേറിയ. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകനെ, നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാ. നാം വാഴ്ത്തപ്പെട്ടവനായിട്ട് ഒരുവനേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു. ലോകം പലരും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, അവരൊക്കെ കിടക്കട്ടെ അവിടെ. പക്ഷെ യഥാർത്ഥത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാണ്? യേശു കർത്താവ് മാത്രമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ് ഇസ്രായേലിന്റെ ദൈവമായി യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ശലോമോൻ സ്തുതിക്കുന്നത് വേറെ, സ്തോത്രം ചെയ്യുന്നത് വേറെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നതും വേറെ, സ്തോത്രം അർപ്പിക്കുന്നതും വേറെയാ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ ഗുണാതിശയങ്ങളെ ചൊല്ലി നീ നല്ലവൻ, കൃപ നിറഞ്ഞവൻ, സ്നേഹവാൻ, 1000-10,000 പേരിൽ ശ്രേഷ്ഠൻ എന്ന് പുകഴ്ത്തുകയാണ്. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വത്തെ മുഴുവൻ പറയുക. എന്താണ് കർത്താവിന്റെ മഹത്വം? എന്താണ്? ആമേ, കർത്താവിന്റെ ഗുണാതിശയങ്ങളെ ചൊല്ലി നീ നല്ലവൻ, ഹല്ലേലൂയ, കൃപ നിറഞ്ഞവൻ, സ്നേഹമുള്ളവൻ, 1000-10,000 അതിസുന്ദരൻ, ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത്. എന്നാൽ ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ രീതിയിൽ അവൻ നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് വേണ്ടി നിങ്ങൾ നന്ദി അർപ്പിക്കുന്ന, അന്തരഫലമെന്ന സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നതാണ് സ്തോത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്തോത്രവും സ്തുതിയും രണ്ടും രണ്ടാണ് കേട്ടോ. സ്തോത്രം ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ ഗുണാതിശയങ്ങളെ കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറയുന്നത് അവൻ ചിതുപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്ന.
ആദ്യം നിങ്ങൾ സ്തുതിച്ചു തുടങ്ങണം. ആദ്യം നിങ്ങൾ സ്തുതിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ ഗുണാതിശയങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവത്തേക്കുമുള്ളത്, അവൻ അൽഫയും ഓമേഗയുമാണ്, അവൻ സർവാംഗ സുന്ദരനാണ്, പതിനായിരങ്ങൾ ശ്രേഷ്ഠനാണ്, വെണ്മയും ചുമപ്പുള്ളവനാണ്, അനാദിയും ശാശ്വതവാസി ആദ്യവും അന്തിനുമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഇരുപത്തിലെ പോലെ വാൾ മൂർച്ചയുള്ളവനാണ്, ആമ്യൻ എന്ന് പറയുന്നവനാണ്, പെരുവെള്ളത്തിന് മുഴക്കം പോലെയുള്ളവനാണ്, അജ്ഞാനിക്കുത്ത കണ്ണുള്ളവനാണ്. ലരിയ സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ ആലും ഗുണാതിശയങ്ങളെ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തണം. രണ്ടാമത് സ്തോത്രത്തോടുകൂടി വരണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ. അതുകൊണ്ട് 103 സംഗീതം വാങ്ങി, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. അല്ലേ, അവൻ നിന്റെ സകല രോഗങ്ങളിൽ, നിന്റെ അകൃത്യങ്ങളിൽ സൗഖ്യമാക്കി, നിന്റെ അകൃത്യം മോചിക്കുന്ന ദൈവമാ. നിന്റെ യൗവനെ കഴുകിനെ പോലെ പുതുക്കി വരത്തക്കവന്റെ വാങ്ങി നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാ. അത് ഈ ദൈവ വചനമൊക്കെ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബന്ധം നമുക്കുണ്ടാകണം. രക്തം ചെയ്യും. പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. നിങ്ങൾ ആരുമാകട്ടെ, പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലയ്യ, ഇപ്പൊ എൻ്റെ ചിന്താഗതി, എൻ്റെ പ്രസംഗം എല്ലാവരും കേൾക്കണം. എനിക്ക് ആരുടെ പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രസംഗം ഇന്ന് മാത്രമല്ല, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് മറ്റൊരാളെ പ്രാർത്ഥനയിൽ പോയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചിന്താഗതി നമ്മുടെ സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെട്ടു. അല്ലേലിയ, നാം മറ്റുള്ളവൻ്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യണം. അല്ലേലിയ, അതിനോടുകൂടി നാം ഇരിക്കുകയും ചെയ്യണം. അല്ലേലിയ, നാം മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. നമ്മളും പ്രാർത്ഥിക്കണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം അക്കരെ ഇക്കരയ്ക്ക് രണ്ട് തലയ്ക്കിൽ കൂട്ടിമുട്ടിച്ച് നിർത്തിയിരിക്കുന്ന പോലെ. ഒരു തലയ്ക്ക് തന്നെ പാലമാണെങ്കിൽ മറുകര എത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പാലത്തിന് മറുകരയുണ്ട്, അക്കരയുണ്ട്, അവിടെ എത്തുവാൻ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് പാലമായി നിൽക്കണം. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ദൈവസനെ പ്രാർത്ഥിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ. ലേലിയ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? നീ ജനിച്ച നാൾ തൊട്ട് ഈ സമയം വരെ നിന്നെ നിലനിർത്തിയ ദൈവത്തെ, നിന്നെ പരിപാലിച്ച ദൈവത്തെ, എത്രയോ രോഗങ്ങൾ നിന്റെ ചെറുപ്രായം തൊട്ട് നിന്റെ ജീവിതത്തെ കടന്ന് മരണം നിന്നെ കാർന്നെടുക്കാൻ വന്നതല്ലേ? പലപ്പോഴും നീ മരണത്തെ മുഖാമുഖം കണ്ടിട്ടില്ലേ? പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലേ? വെല്ലുവിളി വന്നില്ലേ? മഹാവ്യാധികൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലേ? അല്ലേറിയ, പല എതിർപ്പുകളും നീ നേരിടേണ്ടി വന്നിട്ടില്ലേ? നിന്ദിക്കപ്പെട്ടിട്ടില്ലേ? അപമാനിക്കപ്പെട്ടിട്ടില്ലേ? അവിടെയൊക്കെ നീ തകർന്നു പോകാതെ നിന്നത് എന്താ? ദൈവം ചെയ്ത നന്മകളാ, ദൈവം ചെയ്ത ഉപകാരങ്ങളാ. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രായം ഏതുമായിരിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾ നല്ല പ്രായമുള്ള ആരായിരിക്കാം. 30, 40, 50, 60, 70, 80 ഒക്കെ ആയിരിക്കാം. പക്ഷെ നീ ഇതുവരെ ജീവിച്ച ആ ജീവിതത്തിൻ്റെ ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ, നിങ്ങൾ ദൈവത്തിന് ഉപകാരങ്ങളെ ചെയ്തിട്ടുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേലിയ, കാരണം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നാം ദൈവത്തിന് ഉപകാരങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണം കൊടുത്ത് സഹായിക്കുന്നതല്ല. അത് സഭയ്ക്ക് കൊടുത്താൽ മതി. നാം ദൈവത്തിന് സ്തോത്രം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലേലിയ. അപ്പോൾ സ്തുതിയോടുകൂടി അവൻ്റെ മഹത്വത്തെ വർണ്ണിച്ച് സ്തോത്രം നിറവം ചെയ്ത് നന്മകളെക്കുറിച്ച് പറയണം, രക്തം ചെയ്യണം. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്കകത്തിൽ കുറച്ചു നേരമൊക്കെ സ്തുതിക്കുന്ന നല്ലതാ. ഈ ഞായറാഴ്ച സഭായമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാവരും 10 മണി കഴിഞ്ഞ് 10:15, 10:20 കയറി വരുന്നത്. കാരണം അതല്ല, നിങ്ങളിൽ 9:30 നിങ്ങളുടെ സഭയ്ക്ക് പ്രാർത്ഥന തുടങ്ങുന്നതിന് അരമണിക്കൂറെങ്കിലും നിങ്ങൾ സഭയ്ക്കകത്ത് വരണം. സഭായോഗം അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലെ മീറ്റിംഗ് ആരംഭിക്കുന്ന മുമ്പ് ഒരു അരമണിക്കൂർ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ആദ്യം അവൻ്റെ മഹത്വം പറഞ്ഞ് സ്തുതിക്കണം. അതിനുശേഷം അവൻ ചെയ്ത് ഉപകാരങ്ങൾ പറഞ്ഞ് സ്വാമി നന്ദി പറയണം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കണം. അങ്ങനെയുള്ള സഭകളുണ്ടോ? ഹല്ലേലൂയ. രക്തന്റെ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെ പിച്ച് ചിന്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനികൾ, രാജ്യത്തിന്റെ ഭരണം നയിക്കുന്നവർ, ഭരണത്തെ നിയന്ത്രിക്കുന്നവർ, ഭാരതത്തിന്റെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും മൗനാനുവാദം കൊടുത്ത് ക്രൈസ്തവ സമൂഹത്തെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിയമങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ, ജുഡീഷ്യറി കണ്ണടയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രൈസ്തവർ പിച്ച് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ.
ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാലയത്തിൽ തീയിറങ്ങി ഹോമിയോ കന്യാകം ദീപിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രതികൂലം ഏറി വരുമ്പോൾ ദൈവസഭ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയിൽ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ സൈന്യത്തെ, ശത്രുവിൻ്റെ കൂട്ടത്തെ, സുവിശേഷ വിരോധികളെ, തീവ്രവാദികളെ, ഭീകരവാദികളെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ദൈവം അവൻ്റെ ഉള്ളിലെ അശുദ്ധിയെ കരിച്ചിട്ട് അവനെ കൊണ്ട് ദൈവം വേദപുസ്തകം പഠിപ്പിക്കും. പ്രൈസലോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് ഹല്ലേലൂയ ആമി മതിലിന്മേൽ എങ്കിലും ഒരു അമേരിക്കക്കാരുടെ വീട് വേണം, അദ്ദേഹത്തിൻ്റെ മതിലിന്മേൽ കുറെ വാക്യങ്ങൾ എഴുതിയിട്ടു. ഹല്ലേലൂയ. കുറെ വാക്യങ്ങൾ അതിൽ അല്ലേ ഒരു കൂട്ടം ആൾ ക്ഷുഭിതരായി മാറി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചാലും, വെളിപ്പാട് പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാലും, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാലും ഒക്കെ വിഗ്രഹാരാധന വിട്ടോടിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവവചനം ഒരു മതിന്മേൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു കൂട്ടം ജനം അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കാവ് കസർക്കാൻ തുടങ്ങി. അവിടെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ആ വിഗ്രഹാരാധന വിട്ടോടുവിൻ, വിഗ്രഹാരാധന വിട്ടോടും, ആ വിഗ്രഹാരാധന മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വേദപുസ്തകമല്ലേ ഇത് എഴുതിയത്? ഹല്ലേലൂയ. അശ്ലീല ചിത്രങ്ങൾ ഇഷ്ടം പോലെ പ്രദർശിപ്പിക്കാം. അശ്ലീല ചിത്രങ്ങൾ മുഴുവൻ ആമി ചുവരിന്മേൽ എഴുതി വെക്കാം, വരയ്ക്കാം. അശ്ലീല ചിത്രങ്ങൾ അടങ്ങിയ നഗ്ന ചിത്രങ്ങളെല്ലാം പോസ്റ്ററുകളായി, ബാനറുകളായി, ഫ്ലെക്സുകളായി ദേശത്തെല്ലാം പ്രചരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ പോലും അശ്ലീലമായ അശ്ലീലമായ നഗ്നതയുടെ ചിത്രങ്ങൾ പതിപ്പിച്ച വലിയ കവറുകളിലാണ് നമ്മുടെ കിട്ടുന്നത്. നമ്മുടെ മൊബൈൽ നോക്കിയാൽ, TV നോക്കിയാൽ എല്ലാം അശ്ലീലമായി നിൽക്കുന്നത്. അത് ഓരോ വീട്ടിലെ മാതാപിതാക്കൾ ആ പെയിന്റ് കൊണ്ട് അത് മായ്ച്ചു കളഞ്ഞ അച്ചായൻ ഞാൻ കമ്മിറ്റ് ഇട്ടായിരുന്നു. റോഡിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മക്കളും വാങ്ങിയത് മായ്ച്ചു കളയാൻ എനിക്ക് തോന്നിയില്ലോ. പക്ഷെ ഒരു ദൈവവചനം എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ അത് മതം നിന്ന ചുമത്തുന്നു എന്ന് പറയും. മതം നിന്ന ചുമത്താൻ ദൈവവചനമല്ലേ, അത് മായ്ച്ചു. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വീണ്ടും മായ്ക്കുവാനില്ല, നിങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കുവാൻ. മായ്ച്ച നിങ്ങളും പെയിന്റ് അടിച്ച നിങ്ങളും അതിന് ഓർഡർ തന്നവരും മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളിൽ, നിങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളിൽ, നിങ്ങൾ ഞങ്ങൾക്ക് മിത്രം. നിങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ മിത്രങ്ങളാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ നശിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ നന്നാകാൻ വേണ്ടി, മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളതൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ശലോമോന്റെ പ്രാർത്ഥനയെ ഇവിടെ പറയുമ്പോൾ ദൈവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ശത്രുവിൻ്റെ ഉള്ളിലെ അശുദ്ധിയെ കരിച്ചു കളയണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം. നമുക്കറിയാം, ഹല്ലേലൂയ, സോദോം ഗോമോരയുടെ പാപം പെരുകി. സോദോം ഗോമോരയുടെ പാപം പെരുകി സ്വർഗത്തോടെ എത്തി. ഹല്ലേലൂയ. ലോകത്തിന്റെ വീട്ടിൽ വന്ന ദൈവദൂതന്മാരെ, ഹല്ലേലൂയ, ആ സോദോം ഗോമോരയിലെ ജനം, ഹല്ലേലൂയ, അവരെ ഭോഗിക്കാൻ വേണ്ടി ലോത്തിനോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ലോത്ത് അതിന് വിസമ്മതിച്ചു. തന്മുഖാന്തരം ഹല്ലേലൂയ അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകം 19 നിങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. ദൈവം പട്ടണത്തെ തീയാൽ നശിപ്പിച്ചു കളഞ്ഞു. സോദോം ഗോമോരയെ തീയാൽ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രശ്നികത, നാം പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അശുദ്ധിയെ ദൈവം നീക്കി കളയും. ഹല്ലേലൂയ. മനുഷ്യന് മാനസാന്തരം കൊടുക്കും. മനുഷ്യനല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്താഗതികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യനും സ്വയമായിട്ട് പ്രശ്നം ഉണ്ടാകും. പിന്നെ അവൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന ചിന്താഗതികൾ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ, മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ ലോകം പാടെ കൊന്നുകൊണ്ടിരിക്കുക. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമാണ് ഇന്നും കൊലപാതകം കൂടുതൽ നടക്കുന്നത്. അവിടെ ഇവിടെയും തൂങ്ങിച്ചത്ത്, അവിടെ ഇവിടെയും വിഷം കുടിച്ച്, അവിടെ ഇവിടെയും തീ മണ്ണൊഴിച്ച് കത്തിച്ച് വെള്ളത്തിൽ ചാടി, ട്രെയിൻ മുമ്പിൽ ചാടി, അല്ലെങ്കിൽ രോഗം വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് അത് സാധാരണ സംഭവമാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം, ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത്. മതം വളർത്താൻ വേണ്ടി മറ്റൊരുവിനെ കൊല്ലണം, മറ്റൊരു മതസ്ഥനെ കൊല്ലണം. രാഷ്ട്രീയം വളർത്താൻ വേണ്ടി മറ്റൊരുതിനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് കൊല്ലണം. ഇതല്ലേ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ നടുവിൽ ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. ദൈവസഭ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ മിത്രങ്ങളായി മാറണം. ഇവിടെ വർഗീയതയില്ല, ജാതിയില്ല, ജാതി വ്യവസ്ഥയില്ല, ജാതീയതയില്ല, ആണും പെണ്ണും ഒരു മതം മാറ്റമില്ല. മതം മാറുന്ന വിഷയമില്ല ഇവിടെ. പക്ഷെ നിന്റെ മനസ്സിന് മാറ്റം വരണം. നിന്റെ മനസ്സിൻ്റെ അന്തർഭാഗത്തൊരു മാറ്റം വന്ന് നിന്റെ ഉള്ളിലെ സകല കൈപ്പൂന്ന് മാറി സഹോദരനെ പോലെ മറ്റൊരുവിനെ കാണാൻ കഴിയണം. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ നിനക്ക് സ്നേഹിക്കും. നീ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി സഹോദരനെ സ്നേഹിക്കാൻ കഴിയണം.
മതത്തിൻ്റെ പേരിലും രാഷ്ട്രത്തിൻ്റെ പേരിലും ആയിരിക്കും ആരെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനൊക്കെ നമ്മൾ ക്രിസ്തുവിലേക്ക് വരണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് കൈ മലർത്തിയെന്ന് 2 ദിവസം 6:12 വായിക്കുന്നുണ്ട്. അപ്പം കൈകളെ വിരിക്കുന്നത് ഞാൻ എൻ്റെ മുഴുവനുമായി സമർപ്പിക്കുന്ന നിന്റെ മുമ്പിൽ മുഴുവനുമായി എന്നെ സമർപ്പിക്കുന്നു എന്ന് ഉള്ള ഒരു അനുഭവമാണ്. നമ്മുടെ കൈകളെ മലർത്തും എന്ന് പറഞ്ഞാൽ അല്ലയോ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമ്മുടെ കൈ നിഷ്കളങ്കമാണ്, നിർമ്മലമാണ്, നമ്മുടെ കൈ വെടിപ്പാണെന്ന് പറഞ്ഞ് നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുന്ന കൈകളെ മലർത്തുക എന്ന് പറയുന്നത്. ദൈവമക്കളെ, താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യ മുമ്പിലും അവൻ താഴ്മയോടുകൂടി നടക്കണം. താഴ്മയുള്ളവർക്ക്, അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം നിഗളികളോട് ദൈവം എതിർത്ത് നൽകും, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു പറയുന്നത്. അപ്പൊ നിങ്ങൾ ദൈവസ്നേഹം കൈമലർത്തി, ശലോമോൻ കൈമലർത്തി പ്രാർത്ഥിച്ചുള്ള 6:12 എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു പ്രാർത്ഥന. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് കൈമലർത്തി. നമ്മളിങ്ങനെ കൈമലർത്തി ഒന്ന് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല. കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന തെറ്റില്ല. കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈയുടെ വെടിപ്പ്, ആ കൈയിലെ നിർമ്മലത, നമ്മുടെ കൈയുടെ പവിത്രത, കളവില്ലാത്ത, കളങ്കമില്ലാത്ത, രക്തം കറപ്പില്ലാത്ത, രക്തക്കറയില്ലാത്ത, അഴിമതിയില്ലാത്ത, കൈക്കൂലിയില്ലാത്ത, കരിഞ്ചന്തയില്ലാത്ത, കൈകൊണ്ട് വാണിഭ്യം ചെയ്യാത്ത നിർമ്മലമായ കൈ മലർത്തി നീ ദൈവസേന കൊടുക്കുന്ന ഒരു താഴ്മയാകട്ടോ. അല്ലേ? കൈ മലർത്തി നമ്മൾ ദൈവസേന നമ്മെ തന്നെ താഴ്ത്തണം. പ്രവേശനോ ഹല്ലേലൂയ. 4-ത്തെ കാര്യം. 5-ത്തെ കാര്യം എന്താണ്? ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ശലോമോൻ പക്ഷപാതം അപേക്ഷിച്ച പ്രാർത്ഥനകളിൽ 2 കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. നിന്റെ അയൽവാസിക്ക് വേണ്ടി, നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നീ താമസിക്കുന്ന നിന്റെ ദേശത്തിന്റെ ഭരണാധികാരികളെ, ഇവിടുത്തെ രാജ്യത്തിന്റെ രാഷ്ട്ര ഭരണാധികാരികളെ, മറ്റുള്ളവർക്ക് വേണ്ടി നാം പക്ഷപാതം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് പ്രതികാരം ചെയ്യുന്നതല്ല, മറ്റുള്ളവരുടെ പക്ഷപാതം ചെയ്ത് കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, കണ്ണീരിലൂടെ കടന്നു പോകുന്ന അനുഭവിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി നാം ദൈവത്തിൽ, അവർ പോലും അറിഞ്ഞില്ലെങ്കിലും അവരോട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മറ്റൊരാളുടെ കഷ്ടത കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കരുത്. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ സന്തോഷിക്കരുത്. മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കരുത്. മറ്റൊരാളുടെ പരാജയം കാണുമ്പോൾ സന്തോഷിക്കരുത്. ഒരുവൻ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ തകർച്ച വരുമ്പോൾ, താഴ്ച വരുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, അത് കണ്ട് അവനത് വരണം എന്ന് പറയാതെ, അവനത് സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ, അവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അവനത് വരണമെന്ന് പറയാതെ നാം ആ മനുഷ്യൻ കടന്നു പോകുന്ന കഷ്ടതയെ കണ്ടിട്ട്, വേദന കണ്ടിട്ട്, കുടുംബത്തിലായി സമൂഹത്തിലായിരുന്നാലും സഭയിലായിരുന്നു ആ മനുഷ്യന് വേണ്ടി നമ്മൾ പക്ഷപാതം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ അനുവാദത്തോട് ആ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞിട്ടുമല്ല, പക്ഷേ നിങ്ങൾ ആ മനുഷ്യൻ പോലും അറിയാതെ അവന് വേണ്ടി പക്ഷപാതം ചെയ്യണം. അതാണ് ശലോമോൻ ചെയ്ത് ഇസ്രായേൽ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥനയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ 6-ാമത്തെ കാര്യം, ശലോമോന്റെ പ്രാർത്ഥനയുടെ അപേക്ഷകൾ ഹൃദയസ്പർശിയായിരുന്നു. ഉത്തമ ഹൃദയത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന അപേക്ഷകൾക്ക് ഒരു മഹാശക്തിയുണ്ട്. ശലോമോന്റെ പ്രാർത്ഥന ഹൃദയസ്പർശയോടുകൂടിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മഹാശക്തിയുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു എന്നാണ് യോബിന്റെ പുസ്തകം 42:10 കാണുന്നത്. യോബിന്റെ പ്രാർത്ഥന ശക്തി തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയി ആടുമാട് കന്നുകാലികളെയെല്ലാം ദൈവം മടക്കി കൊടുത്തു. ഹല്ലേലൂയ. തനിക്ക് നഷ്ടപ്പെട്ടു പോയ 10 മക്കൾക്ക് വരെ 10 മക്കളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ആദ്യത്തെ ഭാര്യയെ മാത്രം തനിക്ക് ആ ഭാര്യയുടെ വീണ്ടും 10 മക്കളെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മധ്യസ്ഥം ചെയ്യണം. 7-ാമത്തെ കാര്യമുണ്ട്. ശലോമോൻ ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, യഹോവയായ ദൈവമേ, നിന്റെ അഭിഷേകത്തിന്റെ മുഖം ത്യജിച്ചു കളയരുതേ, നിന്റെ ദാസനായ ദാവീദിനുള്ള കൃപകളെ ഓർക്കണമെന്ന് 2 ദിനവൃത്താന്തം 6:42 കാണാൻ കഴിയും. അങ്ങനെ 7 അടിസ്ഥാനമാണ് പ്രാർത്ഥനയ്ക്കകത്ത്. ഒന്നുകൂടെ പറയാം. 1-ാമത്തെ കാര്യം, ഹല്ലേലൂയ,
ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കടന്നു സ്തുതിയോട് സ്തോത്രത്തോടും. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ സർവ്വസഭ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. നാലാമത്തെ, യഹോവയുടെ യാഗപീഠത്തിൽ ഇസ്രായേലിന്റെ സർവ്വസഭയും സമത്തിൽ നിന്ന് കൈമലർത്തി പ്രാർത്ഥിക്കണം. അഞ്ചാമത്തെ കാര്യം പക്ഷപാത പ്രാർത്ഥനയാണ്. ആറാമത്തെ കാര്യം, പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയസ്പർശിയായി മാറണം. ഏഴാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. ഈ കാര്യാദികളിലും ശലോമോന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവത്തിൽ നിന്ന് തീയും തേജസ് ഇറങ്ങുന്ന വിധത്തിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വഴികാട്ടിയായി മാറണം. ദൈവത്തിൽ നിന്ന് തീ ഇറങ്ങണം, ദൈവ തേജസ് ഇറങ്ങി വരണം നമ്മുടെ പ്രാർത്ഥന. ഈ കാലങ്ങളിൽ പണ്ടത്തെ പോലൊരു പ്രാർത്ഥന അനുഭവത്തേക്ക്, ആദിമ സഭയുടെ പ്രാർത്ഥനയിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഇവിടെ ഒന്നും വേണ്ട. പ്രാർത്ഥിക്കണം. കഷ്ടത അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, നിത്യനരകത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് ഈ ലോകത്തിൻ്റെ വെറുക്കൂത്തുകളിൽ ചെട്ടിക്കതയിൽ പാപത്തിൽ ജീവിക്കുന്ന ജനത്തിനു വേണ്ടി മധ്യസ്ഥനയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ തീയിറങ്ങി അവൻ്റെ ഉള്ളിൽ അശുദ്ധിയെ കരിച്ചിട്ട് അവൻ ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവനെ മാറാൻ വേണ്ടി നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കളൊക്കെ സർവദേശം നമ്മൾ മധ്യസ്ഥ ചെയ്യേണ്ടയാകും. ശലവും പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കണ്ണുകളുടെ ചേട്ട് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടാകട്ടെ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിതെടുക്കുന്ന, നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കിടന്ന ചില കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു അനുഭവം അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക സകല ജനത്തെ അവിടുത്തെ കരങ്ങളിലേൽപ്പിക്കുക. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ, രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, നേതാക്കന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകരെ, എല്ലാ ഗോത്രഭാഗങ്ങളെയും എല്ലാം കർത്താവെ എല്ലാം ഗോത്രം ദ്വീപവാസി ആദിവാസി ട്രൈബ് മേഖലയായിരിക്കുന്ന ശേഷത്തിൽ ബാലി കൗമാരി യുവരത്തിൽ വാർത്തൻ വൃത്തിരസന യാചകർ, ഓർഫനേജ് ഓട്ടനായിരിക്കുന്ന തടവറയിലായിരിക്കുന്ന, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന, ഈ ലോകത്തിൽ ജനിക പാപസുഖങ്ങൾ കടന്നു പോകുന്ന, വിവിധ പാപങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, സമാധാനമില്ല, സന്തോഷമില്ലാതെ വിവിധമായ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ രാഷ്ട്ര സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. മതത്തിന് പേരിൽ രാഷ്ട്രം തമ്മിലടിച്ചും കലവിച്ചും കൊലപാതകം രക്തം ചൊരിഞ്ഞും അനവധി ആളുകൾ കസേര നിലർത്ത് ഏകാധിപതിയെ പോലെ പലരും ചെയ്തു കൂട്ടുമ്പോൾ കർത്താവേ, ഈ ജനത്തിലൂടെ മധ്യസ്ഥനാക്കിയാണ് കേരളത്തിൻ്റെ സമാധാനത്തിന്, ഭാരതത്തിൻ്റെ സമാധാനം, ലോകരാജ്യങ്ങളുടെ ഭൂഖണ്ഡങ്ങളുടെ സമാധാനം, അധികാരികളുടെ സമാധാനത്തിന്, മതങ്ങളിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും ഒരാക്രമണം ഉണ്ടാകും, ഒരു രക്തച്ചൊരിച്ചുണ്ടാകാതെ പരസ്പരം സ്നേഹിപ്പാൻ അന്യോന്യം പ്രാർത്ഥിക്കുന്നൊരു അനുഭവം കർത്താവ് ഞങ്ങളുടെ ജനത്തിന് 100 കോടിയിലധികം ജനത്തിൽ ലോക രാജ്യങ്ങളിൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലമുഖത്തും എടുക്കണം. ദൈവസഭ, ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ, ദൈവദാസം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. സകല അശുദ്ധിയും വിട്ട് കൈവെടിപ്പോടെ കൈമലർത്തി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്ത് ഹൃദയസ്പർശിയായ അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോട് സ്തോത്രം കൂടെ വരുന്ന ഒരു നല്ല പ്രാർത്ഥന അന്തരീക്ഷം ഞങ്ങൾ ദൈവമക്കൾ ഉണ്ടാകുക, ദൈവദാസന്മാരുണ്ടാകും പ്രാർത്ഥിക്കുന്നു. സകലമുഖത്ത് കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.